ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ബ്ലാക്കിയുടെ പ്രഗ്നൻസി ജേർണിയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ മുതലായിരിക്കും നമ്മൾ ആദ്യം മുതൽ ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ ബ്ലാക്കിയുടെ സെക്കൻഡ് ഹീറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹീറ്റിംഗ് കഴിഞ്ഞ വർഷമായിരുന്നു. സെക്കൻഡ് ഹീറ്റിംഗ് നമുക്കിപ്പം നടന്നത് ഓഗസ്റ്റ് 19-നായിരുന്നു കേട്ടോ. അങ്ങനെ ഓഗസ്റ്റ് 19 സെക്കൻഡ് ഹീറ്റിംഗ് നമ്മൾ നോട്ടീസ് ചെയ്തു. ആക്ച്വലി നമ്മൾ ഈ ഹീറ്റിങ്ങിന് മുമ്പേ നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ ഹീറ്റിംഗ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ മീറ്റിങ്ങിന് കൊണ്ടുപോകണം, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡിവാം ചെയ്യുന്നതും പിന്നെ ഇവളുടെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ നേരത്തെ ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് തന്നെ നമ്മൾ ചെയ്തായിരുന്നു. നമ്മൾ ബ്ലാക്കിയുടെ ഹീറ്റിംഗ് നോട്ടീസ് ചെയ്തത് മുതൽ പിന്നെ നമ്മൾ 12-ാമത്തെ ദിവസവും പിന്നെ 14-ാമത്തെ ദിവസവും നമ്മൾ 2 പ്രാവശ്യം അവളെ മീറ്റിങ്ങിന് കൊണ്ടുപോയി. നമ്മൾ ബ്ലാക്കിയെ വാങ്ങിച്ച ഫാമിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയി മീറ്റ് ചെയ്യിപ്പിച്ചത്. ടോമി എന്ന് പറയുന്ന ഡാഷിൻ്റെ തന്നെ ബ്രീഡാണ് നമ്മളെടുത്തത്. കളർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മൾ ബ്ലാക്കും ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ബ്ലാക്ക് അല്ല, നമുക്ക് ഈ കളർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ഈ കളറിൽ തന്നെ നമ്മൾ ഇതിനെ മീറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ കുറേ നാൾ ഞങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു, ആയോ ഇല്ലയോ. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നമ്മൾ ഫീമെയിലിനെ തന്നെ ഫസ്റ്റായിട്ടാണ് ഒരു ഫീമെയിൽ ഡോഗിനെ ഞങ്ങൾ രണ്ടുപേരും വളർത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പല കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഓരോ ദിവസവും ഞങ്ങളിങ്ങനെ ബ്ലാക്കി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇത് ആയിട്ടുണ്ടോ, കുഞ്ഞായോ ഇല്ലയോ എന്നൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്യും. പിന്നെ അവളുടെ നിപ്പിളൊക്കെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഇച്ചിരി വലുതായിട്ടും പിന്നെ എപ്പോഴും അവളിങ്ങനെ ടയേർഡായിട്ട് കിടക്കുന്നതായിട്ട് ഞങ്ങൾ ഫീൽ ചെയ്തത്. ഇങ്ങനെയൊക്കെ ഒരു 2 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ സ്ലോലി നമുക്ക് മനസ്സിലാവത്തുള്ളൂ, നമുക്ക് പെട്ടെന്നൊന്നും ഇത് മനസ്സിലാവത്തില്ല. അങ്ങനെ ഞങ്ങൾ നവംബർ 3-ാം തീയതി ആയപ്പോഴത്തേക്ക് സ്കാനിങ്ങിന് വേണ്ടി നമ്മൾ പോകാൻ വേണ്ടി അങ്ങനെ അടൂർ ഗവൺമെൻറ് ആശുപത്രിയിലാണ് കാണിച്ചത്. മൃഗാശുപത്രിയിൽ നമ്മൾ സ്കാനിങ്ങിന് പോയി. അപ്പോഴത്തേക്ക് അവൾക്ക് 32 ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ 30 ഡേയ്സ് മേളിലാണ് ഈ സ്കാനിങ് നോക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ 32-ലാണ് പോയത്. അങ്ങനെ പോയി സ്കാൻ ചെയ്ത വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് ബ്ലാക്കി ഭയങ്കര അഗ്രസീവായിട്ടായിരുന്നു. കാരണം ഒന്നാമത് അവൾ നല്ല വീക്കാണ്. പിന്നെ അത് മാത്രമല്ല പുതിയൊരു സ്ഥലമൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് നമുക്ക് സ്കാനിങ് ഒക്കെ കഴിഞ്ഞത് മുതൽ പിന്നെ നമുക്ക് നന്നായിട്ട് അവളുടെ വയറൊക്കെ കാണാൻ തുടങ്ങി. നിബിളൊക്കെ നല്ലതായിട്ട് വലുതാവുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇതൊരു 40-45 ഡേയ്സൊക്കെ ആയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് ഒരു 50+ എടുത്ത വീഡിയോസാണ്. അന്നത്തേക്ക് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ മൂവ്മെൻറ്റ്സൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് മൂവ് ചെയ്യുന്നതും ഒക്കെ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ബ്ലാക്ക് ഇങ്ങനെ നമുക്ക് കിടന്നു തരും. നമ്മൾ വരുമ്പോഴേ അവളുടെ വയറിൽ ഇങ്ങനെ തടവി കൊടുക്കാൻ വേണ്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് വലിയ പ്രസ് ചെയ്തിട്ടല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഞങ്ങൾ അതൊന്ന് തടവി കൊടുക്കുമായിരുന്നു. അപ്പം നല്ല രീതിയിൽ നമ്മളിങ്ങനെ തടവി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ബേബീസൊക്കെ ഇങ്ങനെ മൂവ് ആവുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. അത് ഫീമെയിൽ ഡോഗ്സിനെ വളർത്തുന്നവർക്കറിയാം, ഭയങ്കര റിസ്ക്കാണ്. എനിക്ക് പേഴ്സണലി നമ്മളൊരു മെയിൽ ഡോഗിനെ ഞങ്ങൾ കൂടുതൽ വളർത്തിയിട്ടുണ്ട്. ഒരു 6-7 ഡോഗ്സിനെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഫീമെയിലിനെ ആദ്യമായിട്ടാണ്. അപ്പം മെയിലിനെ കമ്പയർ ചെയ്യുമ്പം ഫീമെയിലിനെ നമ്മൾ ശരിക്കും ടേക്ക് കെയർ ചെയ്യണം. പിന്നെ മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിൽ നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ. നമ്മൾ അവരെപ്പോഴും ഒരു ബേബിയെ കൂട്ട് ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. നമുക്ക് ഡോഗ് ലവേഴ്സിന് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും വീട്ടിലെ എല്ലാവർക്കും ആക്ച്വലി ബ്ലാക്കിയുമായിട്ട് ഒരു ചെറിയ ഇതെന്ന് പറയാൻ ഒക്കത്തില്ല, ഇച്ചിരി വലുതായിട്ട് തന്നെ അവളുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ്. ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഇത് അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ അന്നേരം ബാക്കി പറയുകയാണ്, അല്ലെങ്കിൽ വീഡിയോ പിന്നെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ബ്ലാക്കിയുടെ ഡെലിവറിയുടെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ബേബീസിനെയൊക്കെ കാണിക്കാവേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.